ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് വേൾഡ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാവരും സേഫായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ജന്നാസ് വേൾഡിൽ വന്നിരിക്കുന്നത്. അതായത് കാന്താരി മുളകല്ലേ, നല്ല എരിവുള്ള കാന്താരി മുളക് കുക്കർ ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതായത് നല്ല വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ വൈഫാണ് ഇതിന് പിന്നിൽ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളെ ചാനൽ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമേ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു. ചിലവർ വാച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യാറില്ല. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ഉറപ്പുവരുത്തുക. നിങ്ങളെ സബ്സ്ക്രൈബും വാച്ചിങ്ങും ഉണ്ടാവലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ മുമ്പോട്ട് പോകാൻ, പുതിയ വീഡിയോ വരാൻ പറ്റുള്ളൂ. പ്ലീസ് ഒന്നുകൂടി എല്ലാവരും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, കാന്താരി മുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ് വൈഫ്. അപ്പോൾ ഇതിൻ്റെ മെയിനാണല്ലോ കാന്താരി കുക്കർ ചിക്കൻ എന്നാണല്ലോ പേര്. അപ്പോൾ കാന്താരി മുളകാണ് ഇതിന് ആവശ്യം. അപ്പോൾ അത് മുറ്റത്തന്നെ ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പറിച്ചെടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കാന്താരി മുളക് പറിച്ച് കഴിഞ്ഞ് ഇനിതാ ചിക്കൻ നല്ല അടിപൊളിയായി നല്ല ഇതുപോലത്തെ സൈസുള്ള ചിക്കൻ എടുക്കുക. ഇതൊരു കുക്കർ എടുത്ത് ചിക്കൻ ഫുള്ളായി മുങ്ങും രീതിയിൽ വെള്ളം എടുക്കുക കുക്കറിൽ. എന്നിട്ടൊരു 1 ടീസ്പൂണ് വിനാഗിരി ഒഴിക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ചേർക്കുക. ഇനി നമുക്ക് ജസ്റ്റൊന്ന് ഇളക്കി കൊടുക്കാം അതിനെ. എന്നിട്ട് നമുക്ക് ചിക്കൻ എടുത്ത് 1 മണിക്കൂർ വരെ റെസ്റ്റിന് വെക്കാം. ഓക്കെ, എന്നിട്ടൊരു മിക്സി ജാർ എടുക്കുക. ഇതിന് വേണ്ടിയുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറിച്ചെടുത്ത കാന്താരി മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു 15 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു അരക്കഷ്ണം ഇഞ്ചി, പിന്നെയുള്ളത് ഒരു ഉള്ളി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ചിക്കൻ മാഗി ക്യൂബ് 2 എണ്ണം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് ഒരു അര നാരങ്ങ നീരാണ്. ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി ഒരു പിടി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുജീരകം 1 പിടി ഇതിലേക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ വലിയ ജീരകപ്പൊടി, പിന്നെ ചെറിയ ജീരകപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ അരച്ചെടുക്കാം. ഓക്കെ, നന്നായി പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബോളെടുത്ത് അതിലേക്ക് കട്ടിത്തൈര് 2 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമുക്ക് അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫുള്ളായി ഒന്ന് ബോളിലേക്ക് അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്ത് മലായി തൈരായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, ഇനി
മിക്സിങ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ വേണ്ടത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ സ്പൈസസ്, പട്ട, ഗ്രാമ്പു ഓരോന്ന് വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് സോയാ സോസ് 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ്. പിന്നെ വേണ്ടത് ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി സോസാണ്. ഇതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ വീഡിയോയിൽ കാണും പോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരിഗാനോ 1 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്. പിന്നെ വേണ്ടത് ചിക്കൻ മസാല 1/2 ടീസ്പൂണ്. പിന്നെ ഇതിലേക്ക് 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ കൂടി നന്നായി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് റെസ്റ്റിന് വെച്ച ചിക്കന് എടുക്കാം. ഇനി ഓക്കെ, നല്ല റെസ്റ്റ് എടുത്ത് ഓവറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചിക്കന് വരാനേ മനസ്സില്ല. ഇതിലേക്ക് നല്ല മസാല പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ വര ഇട്ട് കൊടുക്കണം. ഓക്കെ, നല്ല അകത്തേക്ക് എത്തുന്ന രീതിയിൽ മസാല പിടിക്കുന്ന രീതിയിൽ വര ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ബോളിലേക്ക് ഇനി ചിക്കനെ ഇരുത്തി നല്ല രീതിയിൽ മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം, കുളിപ്പിച്ചെടുക്കണം. നന്നായി കൈയിൻ്റെ ഇടയ്ക്ക് പിന്നെ കാലിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നന്നായിട്ട് മസാല പിടിച്ചെടുക്കുക. പിന്നെ വരയിട്ട ഭാഗത്തൊക്കെ നന്നായി മിക്സ് ചെയ്യുക. അകത്തായിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മസാല കയറ്റി കൊടുക്കുക ഇതിലേക്ക്. ഇനി മറിച്ചിട്ട് മൊത്തത്തിലൊന്ന് നന്നായി ഒന്ന് ചിക്കനെ കുളിപ്പിച്ചെടുക്കണം. അകവും പുറവും മൊത്തം മസാല നല്ല രീതിയിൽ പിടിക്കും വരെ ഇതിലേക്ക് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു വെറൈറ്റിയാണ്, അതായത് തക്കാളി ഇഷ്ടം മുറിവിട്ട് ഒരു തക്കാളി ഫുള്ളായിട്ട് ഇടുക. അതിൻ്റെ അകം നിറയും വരെ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, പൊട്ടാറ്റോ, നിറക്കാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മല്ലിയില ഏകദേശം നിറഞ്ഞ്. ഓക്കെ, ഇനി അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പി കൊണ്ടോ മറ്റോ കാല് ഫില്ല് ചെയ്ത് കാല് കെട്ടി വെക്കണം. ഓക്കെ, ഇതുപോലെ കാലൊന്ന് നന്നായി ഒന്ന് കെട്ടി വെക്കുക. ഫില്ല് ചെയ്തത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി 2 മണിക്കൂർ നമുക്കിതിനെ ഫ്രീസിൽ വെക്കാം. എത്ര മണിക്കൂർ കൂടുതൽ വെക്കുന്നോ അത്ര രുചി കൂടും. ഓക്കെ, ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഒന്ന് തീ ഓൺ ചെയ്ത് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുക്കർ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന്
എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് അതും കൂടി ഒന്ന് ചൂടാകും പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കുക്കർ കുറച്ച് ചൂടാൻ വെക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത ചിക്കന്, മസാല ചെയ്ത ചിക്കന് ഇതിലേക്കൊന്ന് കുക്കറിലേക്കൊന്ന് കടത്തി കൊടുക്കാം. ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് ബാക്കി വന്ന പൊട്ടാറ്റോ, തക്കാളി, ക്യാരറ്റൊക്കെ ഇല്ലേ, മല്ലിയില, അതൊക്കെ ബാക്കി വരുന്ന മസാല ഇതുപോലെ ചിക്കനിലേക്ക് പിടിപ്പിക്കണം. ഓക്കെ, ഇനി ഇതൊക്കെ ഇതിൻ്റെ സൈഡിലായി, കുക്കറിൻ്റെ സൈഡിലായി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്, സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, നല്ല വെറൈറ്റി ടേസ്റ്റാണ്. ഇതുവരെ ആരും രുചിച്ച് കാണില്ല ഇതുപോലത്തെ ഒരു ടേസ്റ്റ്. അതായത് കാന്താരി മുളകിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് ഇതിനുണ്ട്. അതല്ലാതെ ഇതിൽ ഒരു ക്രീം കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഇനി കുക്കറടച്ച് 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, 2 വിസിൽ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതാ ചിക്കനൊന്ന് റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് ചിക്കൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ കിടാൻ ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ച് വേറൊരു പാനിൽ നമുക്ക് ഇതുപോലെ ചൂടാക്കിയെടുക്കാം. ഇനി അത് കുക്കറിൻ്റെ സൈഡായിട്ട പൊട്ടാറ്റോ, തക്കാളി, ക്യാരറ്റൊക്കെ ഇല്ലേ, അതെടുത്ത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഫ്രഷ് ക്രീം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ക്രീം ചീസാണ്. ക്രീം ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി വൈറ്റ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചിക്കനും വൈറ്റ് സോസും വെരി കോമ്പറ്റീഷൻ ആയിരിക്കും, നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് പറയുമ്പോൾ തന്നെ ഇത് കഴിച്ചുകൊണ്ട് വായിൽ വെള്ളം ഊറുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ വരും ക്രീം. ഇതിലേക്ക് മല്ലിയില വിതറിയെടുക്കാം. ഇതും കൂട്ടി നന്നായി കഴിക്കാൻ പറ്റിയൊരു കാന്താരി കുക്കർ ചിക്കനാണ് നിങ്ങളുടെ മുമ്പിൽ റെഡി ആയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.